ഇനിയിപ്പോ അടുത്ത പിരാണ്ട കളയും നമുക്ക് അടുത്തേ കാണാം. മര്യാദ കളിക്കുന്ന ആവേശമായി വരുമ്പോഴത്തേക്ക് ഇത് സെമീറോ നിന്നെ കണ്ടില്ല. അപ്പൊ നിന്റെ ഉപ്പാക്കാന്ന് വേണ്ടി അതിന്റെ പോലെ പോടാ ഇറങ്ങിട്ട് മുതുക്കിൽ അടുത്തന്നെ ആടെ വണ്ടി വെച്ചെടുത്ത് നമ്പർ തരുമോ നിങ്ങളെ? ആ നമ്പർ ഏതാ? ഫോൺ ആ എടുത്ത് നമ്പർ ആ ഷാലൂർ അയച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് എടുക്ക്. നമുക്ക് പള്ളി പിടിക്കാം. പരസാറോടി എന്താ? ആ എന്നാ നീ പിടിക്കേ. ഞാൻ പിടിക്കാം. കൂട്ടിരുന്നാ മതി. നമ്പർ പ്ലേറ്റ് വേണ്ടേ? ഹലോ സാർ. ഓ പറഞ്ഞോടാ. കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ 8 മാസം ജയിലിൽ കുത്തിരിക്കും. ശമ്പളം കിട്ടിയില്ല. കുത്തിയിരുന്ന അവിടെ കസേര അല്ല, സാധാരണ ശമ്പളം ഉണ്ടല്ലോ. ശമ്പളം കിട്ടിയില്ല. കേട്ടിട്ടെ ഏതോ പെൺകുട്ടി വിളിക്കുന്ന ഷമീറേ, കണ്ടിട്ട് മനസ്സിലാവില്ല. ഷമീർ നീ ഒന്നിലും നിന്റെ കോലം മാറ്റ്, അല്ലെങ്കിൽ പഴയതുപോലെ ആവും. ഇല്ല ഞാൻ ഡ്രസ് മാറ്റാൻ പോവാ. സൂര്യായിട്ട് എന്താ സീന്? സൂര്യയുടെ ഒരു തിരുട്ട് സീഡി കേസ്, ഒരു പൈറേറ്റ് സീഡി സൂര്യയുടെ കയ്യിൽ നിന്ന് കിട്ടി. ഇനി അത് അലീന കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ചെയ്യാനോട്ടല്ലടാ അതിന്റെ കയ്യിൽ സീഡി ഇരിക്കുന്ന കേസ് ഞാൻ കണ്ടത്. പല ഇതുണ്ട്, റെഡ് മണി, അങ്ങനെ പല ഉടായ്പകളും ഉണ്ട് ഇവന്. എന്റെ പൊന്നെ ഷബീറെ, അവന്റെ ബാഗ് സെർച്ച് ചെയ്തപ്പോഴാണ് CD കണ്ടത്. CD മാത്രമല്ല പല അതിനകത്ത് ഇനി വേറെ ഒന്നുമില്ല. ഇനി ചെക്ക് ഞാൻ പറയുന്നത് 6 മാസത്തേക്ക് ഇവനെ പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഇവനെ ലോക്ക് ചെയ്യണം. കാരണം ഇവർക്ക് വലിയ ഇടങ്ങാറാണ്. ആൾക്ക് എന്റെ പ്രണയത്തിന് ഇവൻ ഭയങ്കര ഇടങ്ങാറാണ്. അതെ ഒരു മിനിറ്റ് വിളിക്കുന്നോടാ. ഞാനല്ല വരും സാറേ, ഞാൻ അങ്ങനെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടാ? ഞാൻ വേലായുധന്റെ അടുത്ത സുഹൃത്തല്ലേ. ഇന്നലെ നമ്മള് കല്യാണത്തിന് പോയ വേലായുധൻ. സുഹൃത്തായല്ലേ? ഇന്നലെ കുഞ്ഞമ്മയുടെ മോനായിരുന്നു, ഇന്ന് സുഹൃത്തായി. അങ്ങനല്ല, സുഹൃത്തും രണ്ടുമാണ് നമ്മള്, രണ്ടുമാണ്. എല്ലാ വേലായുധനായിട്ട് ആ പരിപാടി വേലായുധൻ എവിടെ പോയത്? അല്ല ചേട്ടാ, നിന്റെ പേരെന്തോ ഞാൻ മറന്നുപോയി. നീ ആരോന്നാ പറഞ്ഞേ? ഞാൻ മറന്നുപോയി. എന്താന്നാ പറഞ്ഞ നീ? ആ കുറുപ്പിന്റെ അനിയാ. ഓക്കെ. ആ വാ, വേണമെന്നില്ല. ഇങ്ങ് വാ. കോൾ താരാ. കോളേട്ട് നീയെല്ലാം എന്തോ വണ്ടി എടുക്കുന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് നീ പേടിച്ചല്ലേ? അയാളെ കണ്ടേരം, സാറിനെ കണ്ടേരം നീ പേടിച്ചു പോനെ. നീ പേടിച്ചുള്ള വണ്ടിയെല്ലാം തലയെടുത്ത് വെക്കുന്നുണ്ടല്ലോ. എന്ത് സംഭവം? അല്ല പുള്ള, ഞാൻ എന്താ അല്ല ഇതാരും ആ പുള്ളന്നല്ലേ? ഇത് കുറുപ്പിന്റെ അനിയനാന്ന് പറയുന്നത്. ബുള്ളൊന്നിങ്ങ വന്നേ. നീ കുറുപ്പിന്റെ അനിയനാണ്. ബുള്ളൊന്നിങ്ങ വന്നേ. അല്ലടാ, ഇവൻ പള്ളിയാണോ? അറിയില്ല, എനിക്കങ്ങനെ അറിയില്ല. അല്ല, ഇവൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്നോട് പറഞ്ഞു കുറുപ്പിന്റെ അനിയനാണ്, എന്നെ സഹായിക്കാൻ എന്നുള്ള മറ്റ് വന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവൻ പള്ളിയാന്നാണ്. എന്തോ പരസാറിലായിട്ട് എന്തോ പോയിട്ട് വള്ളിയെല്ലാം പിടിക്കാൻ തോന്നുന്നുണ്ടോ? അള്ളാൻ്റെ മറിയിച്ചിട്ട് വന്നൂട്ടെ. എന്നാ പിന്നെ ഇപ്പൊ കാണാം. ഓക്കെ. കണ്ണൂർ കിങ് എടുക്കുക. ഞാൻ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കൂലേ? അയ്യേ, അതെന്തിന് ചാറ്റ് നോക്കി കളിക്കുന്ന പരിപാടിയെല്ലാം വിട്ട് ചെയ്യുമ്പോൾ മനസ്സിലാ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നോക്കും, വണ്ടി ഇതാക്കും. അതൊന്നും ഞാൻ പറയില്ല. അതൊന്നും ഞാൻ മുന്നേ ഇല്ല, മനസ്സിലാ? ഞാൻ എൻ്റെ ഇതിന് ഇതാക്കും. ഇതിനെവിടെ പോയി? കത്തി നോട്ടാ, എല്ലാരും കത്തി. ഓ ഒരു കത്തലാ നോക്കിയാ. ഓ അടുത്തടുത്തേക്ക് വരുമ്പോ ഓരോരാള് എത്ര 1 2 3 4 5 6 7 8 9 10 ഇത്രേ ഉള്ളൂ.
ഇത് 11, 12, 13, 14, 15, 16. അവർ ഐ ഡി കാർഡ്സ് ഷോ ചെയ്യുന്നത് മാത്രമേ പീഡിക്കാരുള്ളൂ. അതല്ലാതെ യൂണിഫോം ഇട്ടണം. ആ ഏത് ടൈമിംഗ് അല്ലത്? അത് ഏത് ടൈമിംഗ് അല്ലേ? ഞാൻ മൂത്രം വെച്ചിട്ട് വരാം. അയ്യോ ഇത് റീസ്റ്റാർട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ എന്തോ ഇല്ലേ? ഇപ്പൊ കേറിയിട്ട് കാര്യമില്ലല്ലോ. എന്നാ പിന്നെ വങ്കി കയറാം. വെയിറ്റ് ജിയോൺ കയറും. ജിയോൺ ആയിട്ടില്ലല്ലോ അതിന്. എന്നാ പിന്നെ ജിയോൺ കയറി വെക്കല്ലേ. ജിയോണും ടൈം എടുക്കുമല്ലോ. നമുക്ക് മങ്കി കയറാം. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. മനസ്സിലാ? മങ്കി കയറാം. ഇതെന്തായാലും ഒരു 10 മിനിറ്റ് സമയം എടുക്കും. ആ ടൈം കൊണ്ട് നമുക്ക് ഒരു ഐഡിയ വാങ്ങാം. ഓക്കെ. അയ്യോ ലൈവ് എവിടെ പോയി? ലൈവ് പോയി എന്നാ തോന്നട്ടാ. ഇല്ല ഞാൻ വിചാരിച്ചു ലൈവ് പോയി. തവള കുട്ടനാ. മങ്കി കയറാം. നിക്ക്. അയ്യോ ഈ മൈക്കും ഇതൊന്നും കണ്ടാൽ പെണ്ണ് കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊന്നും കണ്ടാൽ നമുക്ക് പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ലെ നമുക്ക് ജിയോൺ തന്നെ ഒന്നുകൂടി നോക്കിയാലോ. ജിയോൺ തന്നെ നോക്കിയാലോ. വെയിറ്റ്, ഞാൻ ഒന്ന് വാർപ്പ് ഓണാക്കാമേ ജിയോണിൽ കയറാൻ വേണ്ടി. 10 മിനിറ്റ്. ഇപ്പൊ ചിലപ്പോ ലൈവ്. കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ